ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്ററിലെ സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് 2 മണിക്കൂറാണ് സമയം. അതിൽ 60 മാർക്കാണ് മാർക്ക് മാക്സിമം സ്കോർ എന്ന് പറയുന്നത്. ആദ്യത്തെ സെക്ഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് ഉണ്ട്. സീലിംഗ് ടോട്ടൽ 20 മാർക്കാണ്. ടോട്ടൽ ഇതിൽ 12 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ഇൻ്റർഫേസ്? മെൻഷൻ സിഗ്നിഫിക്കൻസ്. ഇത് സെൽ ബയോളജിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ലാബിൾഡ് ഡയഗ്രാം ഓഫ് മൈറ്റോകോൺട്രിയ. അതും സെൽ ബയോളജിയിൽ വരുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റഫ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതും സെൽ ബയോളജിയിൽ വരുന്നതാണ്. വാട്ട് ആർ ദ കോംപ്ലക്സ് ലിപ്പിഡ്സ്? ഗിവ് എക്സാമ്പിൾസ്. അത് ബയോകെമിസ്ട്രിത്തെ പോർഷൻ ആണ്. ഇനി അടുത്തത് name the meiotic stage at which crossing over happens. Mention the genetic effects of crossing over. ഇത് സെൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മൈറ്റോസിസ്? മെൻഷൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്. അതും സെൽ ബയോളജിയാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാക്യൂൾസ് ഇൻ സെൽ? അതും സെൽ ബയോളജിയാണ്. ഇനി what is fatty acid? Give example for a saturated fatty acid. What is isoenzyme? Give an example. Define dipeptide. Differentiate between active site and allosteric site. What are polysaccharides? Give example. അപ്പം ഇതിൽ 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻ ബയോകെമിസ്ട്രിന്നും ബാക്കി 5 ക്വസ്റ്റ്യൻ സെൽ ബയോളജിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ആ ഒരു കണക്ക് തന്നെ പറഞ്ഞത്. 6 ആണ് പറഞ്ഞത്. എന്നാലും ഓക്കെ, ഏകദേശം സെയിം ആണ് വരുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ് ചില സമയങ്ങളിൽ ഉണ്ടാവാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. സെൽ ബയോളജിയിൽ വരുന്നതാണ്. അതുപോലെ ന്യൂമറിക്കൽ അബറേഷൻസ് ഓഫ് ക്രോമസോം. അതും സെൽ ബയോളജിത്തെയാണ്. ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ്. അതും സെൽ ബയോളജിയിൽ വരുന്നതാണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇൻ plants and discuss their roles. Structural levels of proteins. Classification of carbohydrate with examples. Classify amino acids. ഇതൊക്കെ ബയോകെമിസ്ട്രിയിൽ വരുന്ന പോർഷൻസ് ആണ്. ഇനി ഉള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ. അതായത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ഒരു ഇതിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ ദ ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. സീലിംഗ് 10 മാർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഉള്ള പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യനും എഴുതിയാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ, ഇതിൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രോമസോം. സ്പെഷ്യൽ ടൈപ്പ് ക്രോമസോമിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തത് ഡിസ്കസ് ദ മെക്കാനിസം ഓഫ് enzyme active role in the and the factors that influence it. Describe various enzyme inhibition. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അത് ബയോകെമിസ്ട്രിത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയാണ് സെൽ ബയോളജി ആൻഡ് ബയോകെമിസ്ട്രിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2023 ക്വസ്റ്റ്യൻസ്. ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.